വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 452. വാലന്റൈൻസ് ദിനത്തിന്റെ സമകാലിക പ്രസക്തി. ആധുനിക ലോകം സാങ്കേതിക വിദ്യയിലും ശാസ്ത്ര പുരോഗതിയിലും ഏറെ മുന്നേറിയിരിക്കുന്നു. എന്നാൽ മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ആത്മാർത്ഥമായ സ്നേഹമാണ്. മാതാപിതാക്കളിൽ നിന്നും, കൂടപ്പിറപ്പുകളിൽ നിന്നും, ചുറ്റുപാടിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, സഹജീവികളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന സ്നേഹമാണ് മാനവികതയും സൗഹൃദവും സമന്വയിപ്പിച്ച് മനുഷ്യജീവിതം മനോഹരമാക്കുന്നത്. ജീവിതത്തിന്റെ വേഗതയും മത്സരവും കൂടിവരുന്ന സമകാലിക ലോകത്ത് സ്നേഹത്തിന്റെ പ്രാധാന്യം ഏറെയാണ്. ഇന്നത്തെ സമൂഹത്തിൽ മാനസിക സമ്മർദ്ദം, ഏകാന്തത, വിഷാദം എന്നിവ വർദ്ധിച്ചു വരുന്നു. കുടുംബത്തിലെ കരുതലും സുഹൃത്തുക്കളുടെ പിന്തുണയും ആത്മാർത്ഥമായ ബന്ധങ്ങളും മനുഷ്യനെ ആത്മവിശ്വാസിയാക്കുന്നു. സ്നേഹമുള്ള അന്തരീക്ഷം മനസ്സിന് സമാധാനവും സുരക്ഷിതത്വവും നൽകുന്നു. ഡിജിറ്റൽ ലോകം മനുഷ്യരെ ബന്ധിപ്പിക്കുന്നുവെങ്കിലും ഹൃദയബന്ധങ്ങൾ പലപ്പോഴും ദുർബലമാകുന്നു. യഥാർത്ഥ സ്നേഹം വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമാണ്. ബന്ധങ്ങൾ നിലനിൽക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹത്തിലാണ്. മത, ജാതി, വർഗ, വംശ, ഭാഷാ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ലോകത്ത് സ്നേഹം സമാധാനത്തിന്റെ അടിത്തറയാണ്. കരുണയും സഹാനുഭൂതിയും മനുഷ്യരെ ഒരുമിപ്പിക്കുന്നു. സ്നേഹമുള്ള സമൂഹം കൂടുതൽ സഹിഷ്ണുതയുള്ളതും സമാധാനപരവുമാണ്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ സ്നേഹം നിർണായകമാണ്. സ്നേഹം ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. പ്രോത്സാഹനവും കരുതലും ലഭിക്കുന്നവർ ജീവിതത്തിൽ കൂടുതൽ മുന്നേറും. ആധുനിക കാലത്ത് സ്നേഹം പോലും പലപ്പോഴും പ്രദർശനമായി മാറുന്നു. സമ്മാനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലെ പ്രകടനങ്ങളും യഥാർത്ഥ വികാരത്തെ മറയ്ക്കുന്നു. എന്നാൽ യഥാർത്ഥ സ്നേഹം അതിനപ്പുറമാണ്. ഒരു കരുതലുള്ള വാക്കിൽ, ഒരു സഹായഹസ്തത്തിൽ, ഒരു ആത്മാർത്ഥ പുഞ്ചിരിയിലൊക്കെയാണ് അത് പ്രകടമാകുന്നത്. വാണിജ്യവൽക്കരണവും ക്യാമ്പയിനുകളും വാലന്റൈൻസ് ദിനത്തെ ഏറെ ജനകീയമാക്കിയിരിക്കുന്നു. ഇത് കേവലം കാമുകന്മാരുടെ ദിനമെന്നതിലുപരി സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ദിനമായി മാറിയിരിക്കുന്നു. ഇന്ന് വാലന്റൈൻസ് ദിനം പ്രണയജോഡികൾക്കുള്ള ദിനം മാത്രമല്ല, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരോടുള്ള സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുന്ന ദിനമായും ഇത് മാറിയിരിക്കുന്നു. തരം താണ ആഭാസത്തരങ്ങൾ ഒഴിവാക്കിയാൽ മനുഷ്യ സമൂഹത്തിൽ ഐക്യവും സഹാനുഭൂതിയും വളർത്തുന്ന ഒരു സാംസ്കാരിക ചിഹ്നമായി ഈ ദിനത്തെ മാറ്റിയെടുക്കാം. ചരിത്രപരമായി ഇത് സെയിന്റ് വാലന്റൈൻ എന്ന വിശുദ്ധന്റെ സ്മരണാദിനമായിരുന്നുവെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ ഇത് സ്നേഹത്തിന്റെ പ്രതീക ദിനമായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ ദിനത്തിന്റെ പ്രസക്തി പ്രണയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് മനുഷ്യബന്ധങ്ങളുടെ ഗൗരവവും മൂല്യവും ഓർമ്മിപ്പിക്കുന്ന ഒരു സാമൂഹിക സന്ദേശമാണ്. ബന്ധങ്ങളെ സംരക്ഷിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം എന്നിവയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്ന പ്രധാന സന്ദേശങ്ങൾ. ആധുനിക സമൂഹത്തിൽ മാനസിക സമ്മർദ്ദം, ഏകാന്തത, ആശങ്ക എന്നിവ വർദ്ധിച്ചു വരുന്നു. സ്നേഹവും കരുതലും മനുഷ്യന് ആത്മവിശ്വാസവും മാനസിക സമാധാനവും നൽകുന്നു. അതിനാൽ ഈ ദിനം മാനസികാരോഗ്യത്തിന്റെയും ആത്മബന്ധത്തിന്റെയും പ്രസക്തി അടിവരയിടുന്നതാണ്. ഇന്നത്തെ ലോകം ലിംഗസമത്വവും വ്യക്തിസ്വാതന്ത്ര്യവുമാണ് ഉദ്ഘോഷിക്കുന്നത്. യഥാർത്ഥ സ്നേഹം ബഹുമാനത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമാണ്. അതിനാൽ വാലന്റൈൻസ് ദിനം ആരോഗ്യകരമായ ബന്ധങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ള സന്ദേശവും നൽകുന്നു. കേവലം ഒരു ആഘോഷമെന്നതിലുപരി നല്ല മനുഷ്യനാകാനുള്ള ഓർമ്മപ്പെടുത്തലായി ഈ ദിനത്തെ കാണാനായാൽ സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാകും. വാലന്റൈൻസ് ദിനം ഓരോ വർഷവും ഫെബ്രുവരി 14-നാണ് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ഇന്ന് ഇത് സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ദിനമായി അറിയപ്പെടുന്നുവെങ്കിലും ഇതിന്റെ ചരിത്രം പുരാതന റോമൻ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. കഥകൾ പ്രകാരം റോമൻ ചക്രവർത്തിയായ ക്ലാഡിയസ് രണ്ടാമൻ സൈനികർ വിവാഹിതരാകുന്നത് നിരോധിച്ചു. എന്നാൽ സെന്റ് വാലന്റൈൻ രഹസ്യമായി യുവജനങ്ങളുടെ വിവാഹം നടത്തി. ഇതറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തെ തടവിലാക്കി, പിന്നീട് വധിച്ചു. മരണത്തിനു മുമ്പ് ജയിലുകാരന്റെ മകൾക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്ന കുറിപ്പെഴുതിയെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇന്നത്തെ വാലന്റൈൻ കാർഡുകളുടെ തുടക്കമെന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലീഷ് കവിയായ ജെഫ്രി ചോസർ തന്റെ കവിതകളിലൂടെ ഫെബ്രുവരി 14-നെ പ്രണയവുമായി ബന്ധപ്പെടുത്തിയതോടെയാണ് വാലന്റൈൻസ് ദിനം പ്രണയത്തിന്റെ പ്രതീകമായി മാറിത്തുടങ്ങിയത് എന്നും പറയപ്പെടുന്നു. പ്രണയികളുടെ ദിനം, സൗഹൃദ ദിനം, കുടുംബ സ്നേഹത്തിന്റെ ദിനം എന്നിങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതികളിലാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. പൂക്കൾ, കാർഡുകൾ, സമ്മാനങ്ങൾ എന്നിവ കൈമാറി ആളുകൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. വാലന്റൈൻസ് ദിനത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിനായി ധൈര്യമായി നിന്ന ഒരാളുടെ കഥയാണ്. ഇന്ന് അത് ഒരു ആഘോഷ ദിനമായെങ്കിലും അതിന്റെ അടിസ്ഥാന സന്ദേശം സ്നേഹം, ആത്മാർത്ഥത, ബഹുമാനം എന്നിവയാണ്. വാലന്റൈൻസ് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ മഹത്വമാണ്.
അത് ഒരു ദിവസം മാത്രം പൂക്കളും സമ്മാനങ്ങളും കൈമാറുന്നതിനുള്ള ആഘോഷമല്ല, മറിച്ച് മനുഷ്യബന്ധങ്ങളുടെ ആഴവും ആത്മാർത്ഥതയും തിരിച്ചറിയാനുള്ള അവസരമാണ്. സ്നേഹം മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ശക്തിയാണ്. മാതാപിതാക്കളുടെ കരുതൽ, സുഹൃത്തുക്കളുടെ വിശ്വാസം, ദാമ്പത്യത്തിന്റെ ആത്മബന്ധം ഇവയെല്ലാം സ്നേഹത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. വാലന്റൈൻസ് ദിനം ഈ ബന്ധങ്ങളെ വിലമതിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ തിക്കിലും തിരക്കിലും നമ്മൾ പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാൻ മറക്കാറുണ്ട്. ഈ ദിവസം നിനക്കായി ഞാനുണ്ടെന്ന് പറയാനുള്ള ഒരു ചെറിയ അവസരമാണ്. ഒരു വാക്ക്, ഒരു സന്ദേശം, ഒരു പുഞ്ചിരി പോലും വലിയ മാറ്റം വരുത്തും. സത്യമായ സ്നേഹം ബഹുമാനത്തിലും വിശ്വാസത്തിലുമാണ് നിലനിൽക്കുന്നത്. വാലന്റൈൻസ് ദിനം നമ്മെ പഠിപ്പിക്കുന്നത് ബന്ധങ്ങൾ നിലനിൽക്കുന്നത് സമ്മാനങ്ങളാൽ മാത്രമല്ല, മറിച്ച് വിശ്വാസവും ആത്മാർത്ഥതയുമാണ് ഏറ്റവും പ്രധാനം. സ്നേഹം മനുഷ്യനെ ശക്തനാക്കുന്നു. അത് മനസ്സിന് സമാധാനവും ജീവിതത്തിന് അർത്ഥവുമാണ്. സ്നേഹത്തോടെ ജീവിക്കുന്നവന് വൈരാഗ്യവും വിദ്വേഷവും മറികടക്കാൻ കഴിയും. അതുകൊണ്ട് വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സ്നേഹം സുപ്രധാനമായൊരു വിജയമന്ത്രം തന്നെയാണ്. ഇന്നത്തെ ലോകത്ത് വ്യക്തിനിഷ്ഠയും മത്സരവുമാണ് കൂടുതൽ കാണുന്നത്. വാലന്റൈൻസ് ദിനം നമ്മെ സ്വാർത്ഥതയിൽ നിന്ന് സഹൃദയതയിലേക്ക് നയിക്കുന്നു. ഈ അർത്ഥത്തിൽ വാലന്റൈൻസ് ദിനം കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, അത് സ്നേഹത്തിന്റെ, കരുതലിന്റെ, മനുഷ്യബന്ധങ്ങളുടെ മഹിമ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. സ്നേഹിക്കാൻ പഠിക്കുന്നവനാണ് സത്യത്തിൽ ജീവിക്കാൻ പഠിക്കുന്നത്. വാലന്റൈൻസ് ദിനം ഒരു ആഘോഷ ദിനം മാത്രമല്ല, അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹിക്കാനുള്ള, കരുതാനുള്ള, മനുഷ്യനാകാനുള്ള ഓർമ്മപ്പെടുത്തൽ. സ്നേഹം ഒരു വികാരം മാത്രമല്ല, അതൊരു ശക്തിയാണ്. മനുഷ്യനെ ഉയർത്തുന്ന ശക്തി, വൈരാഗ്യത്തെ ഉരുക്കുന്ന ശക്തി, ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ശക്തി. കടലിലെ തിരമാലകൾ പോലെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകാം. എന്നാൽ സ്നേഹമുള്ള ഹൃദയം ഒരിക്കലും തകർന്നു പോകില്ല. കാരണം സ്നേഹമാണ് അതിൻ്റെ അടിത്തറ. സ്നേഹം വിജയമന്ത്രമാണ്. കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ സ്നേഹം, സമൂഹത്തിൽ ഐക്യം വേണമെങ്കിൽ സ്നേഹം, ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ സ്നേഹം. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നാണ് കവിവാക്യം. അതിനാൽ സ്നേഹിക്കാം, ബഹുമാനിക്കാം, കരുതലോടെ ജീവിക്കാം എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ പ്രണയിനികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ ദിനം പ്രയോജനപ്പെടുത്താം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552627 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.